ഇന്ന് രാവിലെ മുതൽ നടത്തിയ പരിശോധനയിലാണ് പഴയ ഭക്ഷണപദാർത്ഥങ്ങൾ പിടികൂടിയത്. 26 ഹോട്ടലുകളിൽ പരിശോധന നടത്തി. 9 നിന്ന് പഴകിയ ഭക്ഷണം കണ്ടെത്തി. പെരിഞ്ഞനത്തെ ഭക്ഷ്യവിഷബാധയ്ക്കിടയാക്കിയ കുഴിമന്തി ഉൾപ്പെടെയുള്ള വിഭവങ്ങളാണ് പിടികൂടിയത്. പെരിഞ്ഞനം ഭക്ഷ്യവിഷബാധയുടെ പശ്ചാത്തലത്തിൽ ജില്ലാ കളക്ടർ വിളിച്ച അടിയന്തര യോഗത്തിലെ തീരുമാനത്തിന്റെ ഭാഗമായായിരുന്നു നടപടി. തൃശൂർ കോർപ്പറേഷന്റെ ആരോഗ്യ വിഭാഗമാണ് നഗരപരിധിയിൽ പരിശോധന നടത്തിയത്. എല്ലാവരും സംയുക്തമായി തന്നെ ഈ പ്രവൃത്തി ഇനി ആഴ്ചയിൽ ഒരു പ്രാവശ്യം എല്ലാ ഹോട്ടലുകളിലും നമ്മൾ കയറും. ഒപ്പം തന്നെ 79 സ്ഥലത്ത് കണ്ടുകെട്ടി 49 പേർക്ക് ഇപ്പോൾ നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. അവരിൽ നിന്നും 1 ലക്ഷം രൂപയുടെ പൈസ നമ്മൾ ഇപ്പോൾ എടുത്തിട്ടുണ്ട്. ഹോട്ടലുകളുടെ പേര് സഹിതം കോർപ്പറേഷന് മുൻപിൽ പിടിച്ചെടുത്ത ഭക്ഷണ പദാർത്ഥങ്ങൾ പ്രദർശിപ്പിച്ചു. അടുത്ത ദിവസങ്ങളിലും പരിശോധനകൾ ഉണ്ടാകുമെന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ഫസ്റ്റ് നോട്ടീസ് 7 ദിവസത്തിന് നോട്ടീസ്, അത് കഴിഞ്ഞിട്ട് 7 ദിവസം കഴിഞ്ഞിട്ട് അത് തുടർ നടപടി സ്വീകരിക്കുന്നതാണ്. ബൂത്ത് നമുക്ക് കഴിക്കാൻ യോഗ്യമല്ലാത്ത ഫുഡുകൾ പിടിച്ചെടുത്തു. അതേസമയം കഴിഞ്ഞ ദിവസം കയ്പമംഗലം സ്വദേശി ഉസൈബ കുഴിമന്തി കഴിച്ച് മരിച്ച സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടരുകയാണ്. ആന്തരികാവയവങ്ങളുടെ പരിശോധനാ ഫലം വന്നതിന് ശേഷം തുടർ നടപടികളിലേക്ക് കടക്കും. മാതൃഭൂമി ന്യൂസ്, തൃശൂർ.